കൂട്ടുകാരെ, അപ്പോൾ ഞാനൊരു ചെറിയൊരു തോട്ടം മുളക് കണ്ടോ, വയലറ്റ് മുളക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാ. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നമ്മളെ കൂട്ടുകാർക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ബ്രദറിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ബ്രദറിന് ഇങ്ങനെ കൃഷിയൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. കാണാനും നല്ല ഭംഗി, നല്ല ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. വെള്ള കളർ മുളക് പഴുത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ വയലറ്റ് കളർ മുളക് കാണാനായിട്ട്. ഇത് ഇഞ്ചിയുടെ തൈയാണ് കേട്ടോ. ഇത് ഇഞ്ചിയുടെ തൈ കാണാത്തവരുണ്ടാവും, അവർക്കായിട്ട് ഇഞ്ചിയുടെ തൈ ഇതാ. ഇഞ്ചിയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇഞ്ചി മുളക് ഒന്നും കടയിൽ നിന്ന് വാങ്ങാറില്ല കേട്ടോ. ഇവിടെയൊക്കെ എല്ലാം വീട്ടിൽ കൃഷി ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഇഞ്ചി, മുളക്, പിന്നെ എല്ലാം ഞാൻ കാണിച്ചു തരാം. പപ്പായ തൈകളാണ്. കുരുമുളക് സെറ്റായി വരുന്നേ ഉള്ളൂ. ചെറിയൊരു വാഴക്കൊലയുണ്ട് കേട്ടോ. ഇതേത് പഴാന്ന് എനിക്കറിയില്ല. മഞ്ഞൾ ഉണ്ടാവാറുണ്ടോ? കുറേ ഉണ്ടാവാറുണ്ട്. ഇതല്ലേ അടിപൊളിയല്ലേ? നമുക്ക് മനസ്സിന് തന്നെ വല്ലാത്തൊരു സന്തോഷമല്ലേ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ. കൂർക്കല്ലേ? ഇപ്പോൾ കൂർക്കൊക്കെ കാണാത്തവരുണ്ടാവും, കുട്ടികളൊക്കെ ഉണ്ടാവും. കൂർക്ക അതുപോലെ മഞ്ഞളൊന്നും കുട്ടികൾക്കൊന്നും അറിയുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഇതാ കൂർക്ക. പിന്നെ ഇത് നമ്മുടെ ചാമ്പക്കയാണ്. വൈറ്റ് ചാമ്പക്കല്ലേ? വൈറ്റ് ചാമ്പക്കയാണ്, പക്ഷെ ഉണ്ടായിട്ടില്ല. വളരെ കുറച്ചേ കാണുന്നുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുകളിലാണ് കേട്ടോ ചാമ്പക്ക. കാണാനില്ല, പക്ഷെ ചില സമയങ്ങളിൽ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ ചിക്കു. ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ചിക്കു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഉണ്ടായി വരുന്ന നന്നായിട്ട് ഉണ്ടാവുന്ന കാലം ആവുന്നേ ഉള്ളൂ. കുരുമുളക് അല്ലേ? ഇത് നമ്മുടെ കുറ്റിക്കുരുമുളക് എന്ന് പറയണത്. അതെ അല്ലേ? മുളകിൻ്റെ തൈകളാണ് കേട്ടോ. വെച്ച് പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ. ഇതെന്താ ചീരയാണോ? അതെന്ത് ചീര? പൊന്നാങ്കണ്ണി ചീര കേട്ടിട്ടുണ്ടോ? പൊന്നാങ്കണ്ണി ചീര എന്ന് കേട്ടിട്ടുണ്ടോ? കറി വെക്കുക ചെയ്യാം അല്ലേ? ഉപ്പേരി ഒക്കെ വെക്കാം. കറി വെക്കാം, ഉപ്പേരി വെക്കാം, എല്ലാം ചെയ്യാം. പൊന്നാങ്കണ്ണി ചീര. കടലാസ് മുളക് എന്ന് പറയില്ലേ, കടലാസ് മുളക്. പിന്നെ ഇതാ ഈ കാണിക്കാൻ പോകുന്നതാണ് നമ്മുടെ പവിഴമല്ലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, ആ പവിഴമല്ലി. പക്ഷെ ഇത് രാത്രിയേ വിരിയാറുള്ളൂ. നൈറ്റ് ജാസ്മിൻ എന്നാണ് ഇതിന് പറയുക. രാത്രിയിലാണ് ഇത് വിരിയാറുള്ളൂ കേട്ടോ. ഇപ്പം മുട്ടാണ്. അപ്പോൾ പവിഴമല്ലി കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് പറയുന്നത്. ശരിക്കും നമ്മുടെ വീട്ടിലിങ്ങനെ പച്ച പിടിച്ച് നിൽക്കണമല്ലേ? എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളും ഒക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാനും നല്ലതാണ്. പക്ഷെ നമുക്ക് ഉപയോഗിക്കാനും വളരെ നല്ലതല്ലേ? നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ വിഷരഹിതമായ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ. പിന്നെ വാഴൊക്കെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഒക്കെ എല്ലാം വാഴക്കൊല വെട്ടിയതാണ്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം, എന്താണുള്ളതെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ബ്രദറിൻ്റെ വീടാണ്. ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? മീനാമ്പഴം ഉണ്ടായിട്ടില്ല. ഉണ്ടാവുന്ന കാലമല്ല ഇത്.